ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 103-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കൂടാതെ 5-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്കും പ്രവേശിക്കുന്നു. 1, 2, 3, 4 അധ്യായങ്ങൾ ഓരോ വാക്യം തിരിച്ച് അനുദിനം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. നാളിതുവരെ നമ്മെ നടത്തിയ ദൈവത്തിന് മഹത്വം വരേറ്റാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വെളിപ്പാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. കുഞ്ഞാടിൻ്റെ മഹത്വത്തെക്കുറിച്ചും താൻ മുഖാന്തരം നേടിയ വീണ്ടെടുപ്പിനെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തെ നമുക്ക് 5ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. 1 മുതൽ, അതായത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ 7 മുദ്രയുള്ള പുസ്തകം ദൈവത്തിൻ്റെ വലം കയ്യിൽ. 2, 5-ാം അധ്യായം 5 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ പുസ്തകം തുറപ്പാൻ കുഞ്ഞാട് യോഗ്യൻ. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കുഞ്ഞാടിനെ മൂപ്പന്മാരും ജീവികളും ആരാധിക്കുന്നു. 11, 12 വാക്യങ്ങൾ ദൂതന്മാരുടെ ആരാധന. 13, 14 വാക്യങ്ങൾ സർവ്വ സൃഷ്ടിയുടെയും ആരാധന. നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ ഈ ഭാഗങ്ങളാണ് പഠനത്തിന് വിധേയമാക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വാക്യം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കണ്ടു. ഈ വാക്യത്തെ 3ആയിട്ട് തരംതിരിക്കാം. 1, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. 2, ദൈവത്തിൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകം. 3, 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമാണ് ഇത്. അതിൽ 1-ാമത്തെ പോയിൻ്റ്, ഞാൻ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. ഞാൻ എന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവനെക്കുറിച്ചുള്ള വിവരണം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നിന്ന് വിശാലമായി നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് 1-ാമത്തെ പോയിന്റിനോട് വിട പറയുന്നു. 2-ാമത്തെ പോയിന്റ്, ദൈവത്തിൻ്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകം. ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകം പോലെയാണ് എന്ന് കരുതരുത്. ഇത് തുകൽ ചുരുൾ അല്ലെങ്കിൽ പുസ്തക ചുരുൾ എന്ന് വിളിക്കാം. അകത്തും പുറത്തും എഴുതുക എന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. ഇപ്രകാരം എഴുതിയ ഒരു പുസ്തകം യെഹെസ്കേൽ തൻ്റെ പ്രഥമ ദർശനത്തിൽ കണ്ടിരുന്നു. യെഹെസ്കേൽ 2-ാം അധ്യായം 9, 10 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കലേക്ക് നീട്ടിയിരിക്കുന്നതും അതിൽ ഒരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും കണ്ടു. അവൻ അതിനെ എൻ്റെ മുമ്പിൽ വിടർത്തി. അതിൽ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു. ഈ വാക്യം നമ്മൾ കാണുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിൽ സ്വർഗീയ ദർശനത്താൽ കണ്ട അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകം, അതുപോലെ ഒരു പുസ്തകം യെഹെസ്കേലും ദർശനത്തിൽ കണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 3-ാമതായി ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അതായത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 3-ാമതായി നമ്മൾ കാണുന്നത് 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമാണ് ഇത്. പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം ആണ് ഇത്. പാപ്പുറസ് ഷീറ്റിൽ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ, ഭരണാധികാരിയുടെ കൽപ്പനകൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ 7 പേരടങ്ങുന്ന സംഘം എഴുതി വയ്ക്കും. നീളത്തിലുള്ള ഈ പാപ്പിറസ് ഷീറ്റിൽ ഒരു ഭാഗത്ത് 1-ാമത്തെ വ്യക്തി എഴുതും. അതിൻ്റെ മറു സൈഡിൽ 2-ാമത്തെ വ്യക്തി എഴുതും. ഇത് എഴുതിയതിന് ശേഷം എഴുതിയ അത്രയും മടക്കി നൂൽ കൊണ്ട് 2 സൈഡും തുന്നിക്കെട്ടി അതിൻ്റെ 2 വശങ്ങളിലായി ഓരോ മുദ്ര വയ്ക്കും. വീണ്ടും 3, 4 വ്യക്തികൾ എഴുതും. എഴുതിയ അത്രയും ചുരുട്ടി തുന്നിക്കെട്ടി മുദ്ര വയ്ക്കും. പിന്നെയും 4, 5 വ്യക്തികൾ എഴുതി അങ്ങനെ തന്നെ ചെയ്യും. ഒടുവിൽ 7-ാമത്തെ വ്യക്തിയും എഴുതി മുദ്ര വെച്ചതിന് ശേഷം ബാക്കി വരുന്ന പേപ്പറിൻ്റെ ഭാഗത്ത് ഇത് എഴുതിയുടെ പേരും അഡ്രസ്സും എഴുതി വയ്ക്കുന്ന ഒരു പതിവ് പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഈ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.